അസ്സലാമലൈക്കും. ഞാൻ സാഹിദ. ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ്. ഞാനിന്ന് കുറച്ച് ലേസുകൾ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളുടെ അടുത്ത് കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കേട്ടോ. അടിപൊളി കമൻറ്റുകളാണ്. കമൻറ്റുകൾ കണ്ടിട്ട് വായിച്ചിട്ടൊക്കെ ഞാൻ കുറേ ചിരിച്ചു കേട്ടോ. നിറങ്ങളുടെ വർണ്ണവിസ്മയം മഴവില്ലിൻ്റെ സിംഹാസനം പോലെ തോന്നുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണങ്ങളുടെ മായാലോകം, നോ വേർഡ്സ് ടു സേസ് മോർ. അങ്ങനെ കുറേ കമൻറ്റുകൾ ഇട്ടാ. അടിപൊളി ഇട്ടാ. എന്തായാലും ഞാൻ ലൈക്ക് ചെയ്യാൻ ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പറ്റിയെങ്കിൽ മാത്രം കമൻറ്റ് ഇട്ടാൽ മതി. പക്ഷേ ഞങ്ങൾ കമൻറ്റ് കൊണ്ടൊന്ന് നിറച്ചിക്കണുണ്ടാ. സന്തോഷമായിട്ടാ. എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ട് ഒരു സർപ്രൈസ് നിങ്ങളടുത്ത് പറയാനുണ്ട് കേട്ടോ. എനിക്ക് ഞാനത് അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ പറയാട്ടാ. ഗിഫ്റ്റുകളും ഞാൻ തരാം. ഞാൻ ഇപ്പോൾ തരുന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് ഞാൻ യൂട്യൂബ് സെലക്ട് ചെയ്യണതല്ല. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് തരുന്നതാണ്. നിങ്ങൾ കമൻറ്റുകളൊക്കെ ഇട്ടല്ലോ, അത്രയും കമൻറ്റുകളൊക്കെ ഇട്ടല്ലോ, അതിനായിട്ട് തരുന്നതാണ് കേട്ടോ. ഞാനിന്ന് കാണിക്കുന്നത് ഇതൊക്കെ ലേസുകളാണ്. കോട്ടൻ്റെ ഹാങ്ങിങ് ലേസാണ് കേട്ടോ. മെറ്റീരിയലും ഒക്കെ കൂടി കാണിക്കാൻ ഇതിൽ നേരം കുറേ ആവും. അപ്പോൾ ഞാൻ ഈ ലേസുകൾ മാത്രമാണ് ഇപ്പം ഇന്ന് കാണിക്കുന്നത്. ഇതൊക്കെ നല്ല അടിപൊളി ഹാങ്ങിങ് ലേസുകളാണ്. കോട്ടൻ്റെ ഹാങ്ങിങ് ലേസുകളാണ്. ഇതിൻ്റെ ഇതൊക്കെ വില പറയാൻ വിട്ടിക്കണു. 130 ഹാങ്ങിങ് ലേസിന്. കോട്ടൻ്റെ ആണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. നമുക്ക് അജ്രക്കിൻ്റെ ഒക്കെ മേലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസൈനാക്കി കൊടുക്കാം. അജ്രക്ക് മെറ്റീരിയൽ കോട്ടൺ അല്ലേ. അപ്പോൾ നമുക്ക് ഈ സീക്വൻസൊക്കെ ഉള്ള വർക്കൊക്കെ ഉള്ള ഹാങ്ങിങ് വെക്കുമ്പോൾ അത് അതിനെ ഒരു അരോചകമായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് കോട്ടൻ്റെ തന്നെ വെച്ച് കൊടുക്കുക. സ്ലീവിനും ചുരിദാറിൻ്റെ താഴെ ഭാഗത്തേക്കും അതാണല്ലോ ഇപ്പോൾ നമ്മൾ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കുക. ഷാളിനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ വേണ്ട. ഷാളിൻ്റെ മേലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ ഈ വയറിൻ്റെ ഭാഗത്തേക്കൊക്കെ ആണല്ലോ ഹാങ്ങിങ് അധികം വെക്കുക. ക്രോപ്പ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ അജ്രക്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രോപ്പ് ടോപ്പ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഹാങ്ങിങ് ആ വയറിൻ്റെ ഭാഗത്തേക്കൊക്കെ വെച്ച് കൊടുത്താൽ അടിപൊളിയാവും കേട്ടോ. നല്ല വീതിയുള്ള ലേസുകൾ തന്നെയാണ് കേട്ടോ. ഹാങ്ങിങ് തന്നെയാണ്, നല്ല വീതിയുണ്ട്. അങ്ങനെ നല്ല തൂങ്ങിക്കിടക്കും. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഓർഗൻസയുടെ ലേസാണ്. 8 ഇഞ്ച് വീതി ഉണ്ടാവും ഇതിന്. 8 ഇഞ്ചിൻ്റെ ഉണ്ട്, 5 ഇഞ്ചിൻ്റെ ഉണ്ട്, 6 ഇഞ്ചിൻ്റെ ഉണ്ട്. ഇത് ഓർഗൻസയുടെ ലേസാണ് കേട്ടോ. ഓർഗൻസയാണ് അതിൻ്റെ ബേസ് വരുന്നത്, മെറ്റീരിയൽ വരുന്നത്. അതിൻ്റെ ബ്ലാക്ക് 148 കേട്ടോ. നല്ല വീതിയുണ്ട്. കയ്യിൻ്റെ മേലക്കൊക്കെ വെച്ച് കൈയൊക്കെ ഒന്ന് ഇറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കൂട്ടി കൊടുക്കാനൊക്കെ പറ്റുന്നതാണ് കേട്ടോ. റേറ്റ് ഉള്ളതാണ്. ഓർഗൻസയുടെ ലേസിന് സ്വതവേ റേറ്റ് ഉണ്ട്. അതിൽക്കൂടെ നല്ല വീതിയും കൂടി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പിന്നെ അതിനൊക്കെ വെച്ച് കൊടുക്കട്ടോ. കുറച്ച് ഇറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിലല്ല ഇതിന് മെയിനായിട്ട്. ഇത് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതൊരു ഹാങ്ങിങ് ലേസ് തന്നെയാണ്. ഇതിന് 130. അതിൽ ഹാങ്ങിങ്ങിൽ ആദ്യം കാണിച്ചത് ചെറുത് 2 ഉണ്ട്. അതിന് 130 അല്ല കേട്ടോ റേറ്റ്. അതിന് മേലെ എഴുതിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ ഞാൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതും നല്ല വീതിയുള്ളതാണ്. നല്ല വീതിയുണ്ട് കേട്ടോ. അതൊരു അടിപൊളി ലേസാണ്. കയ്യിനൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ പറ്റുന്നത്. 148 തന്നെയാണ്. 1 മീറ്റർ എടുത്താലും പിന്നെ ഇറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ താഴെ ഭാഗത്തേക്കൊക്കെ പിന്നെ കയ്യിനൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ അധികം ഇറക്കം കുറഞ്ഞതിന് ഇറക്കം കൂട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വരുന്നത്. വീതിയുള്ളതുകൊണ്ട് റേറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അടിപൊളി സീക്വൻസ് വരുന്ന സ്കാലപ്പ് ലേസാണ്. 38 കേട്ടോ അതിന് റേറ്റ്. അതിൻ്റെ മേലെ സീക്വൻസ് വരുന്നുണ്ട്. ഒരു കോട്ടൺ ലേസ് തന്നെയാണ്, പക്ഷേ അതിന് മേലെ സീക്വൻസ് വരുന്നുണ്ട്. 38 സ്കാലപ്പ്. ആ സ്കാലപ്പിന് അങ്ങനെ ആ കുനിപ്പുണ്ടല്ലോ അത് പുറത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്തായാലും ഭംഗിയുണ്ടാവും. ഈ ഒരു ലെവലിലിട്ടിട്ട് അങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും ഭംഗിയുണ്ടാവും. കണ്ട ആ ഒരു കുനിപ്പുണ്ടല്ലോ അതിനെ പുറത്തേക്ക് ഇടുക. അങ്ങനെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു സ്കാലപ്പിന് താഴെ ഭാഗത്തൊക്കെ ആക്കിയിട്ടും വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്താലും ഭംഗിയുണ്ടാവും. അതപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങനെ വെച്ചെങ്കിൽ അത് സീക്വൻസും വരുന്നുണ്ട് അതിന് കേട്ടോ. 38 രൂപയാണ് അതിന് പ്രൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ വേറൊരെണ്ണം കൂടി ഉണ്ട്. വേറൊരു മോഡലാണിത് കേട്ടോ. ഇതിന് സ്കാലപ്പില്ല. ഇതിന് 42 കേട്ടോ. ഇത് കുറച്ചും കൂടി വീതിയുണ്ട്. അതിന് മേലെ സീക്വൻസ് വരുന്നുണ്ട്, വീതിയുണ്ട്.
42 പിന്നെ അതിന് ഒരു വൈറ്റ് സ്കാലപ്പല്ല അത് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് നല്ല വീതിയുള്ളതാണ്. ഇതിന് 58 കേട്ടോ. നല്ല ഭംഗിയുണ്ടതാണ്. വേറെ വൈറ്റിൽ വേറൊരെണ്ണം കൂടി ഉണ്ട്. ഇത് അതൊക്കെ നെക്കിന് വെച്ച് കൊടുക്കട്ടോ. മറ്റേ വൈറ്റ് ഇപ്പോൾ നേരത്തെ കാണിച്ചില്ലേ 52 അതൊക്കെ നെക്കിന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇമ്പോർട്ടഡ് ആണ് കേട്ടോ. ഈ ഒരു ലേസ് ഇത് വേറൊരു ലേസും കൂടി ഉണ്ടായിരുന്നു വൈറ്റ്, അത് ഞാൻ കാണിക്കാൻ മറന്നിരിക്കണം. പിന്നെ ഇത് കുറച്ച് വീതിയുള്ള ലേസാണ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇത് 130 തന്നെയാണ് കേട്ടോ. അത് 2-3 ഇതാക്കാം. നിങ്ങൾക്ക് 2-3 ലേസ് ആക്കിയിട്ട് ഉപയോഗിക്കാം. അതിൽ ഒരു ഇത് വരുന്നുണ്ട്, ജോയിൻ ലേസ് വരുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലവേഴ്സൊക്കെ വെട്ടിയെടുത്തിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇമ്പോർട്ടഡ് ആണ് ഈ ലേസ്. ഇത് ചുരിദാറിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കാൻ ഭംഗി ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും. ഇതൊരു ക്രീം കളറാണ് കേട്ടോ. അടിപൊളിയാവട്ടെ. താഴെ ഭാഗത്ത് വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കുറേ ഡിസൈനുകൾ വരുന്നുണ്ട് അതിൻ്റെ മേലെ. അപ്പോൾ അതിനെ ശരിക്ക് താഴെ ഭാഗത്തേക്ക് വെക്കാവും നല്ല ഭംഗി ഉണ്ടാവുക. പിന്നെ കയ്യിന് അതേപോലെ തന്നെ സ്ലീവിന് വെച്ച് കൊടുത്താൽ പിന്നെ അതിൻ്റെ ക്രീം കളർ തന്നെയാണ് വേറൊരു മോഡൽ കേട്ടോ. ഇതും അടിപൊളി തന്നെയാണ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലത്തെ അല്ല, പുറത്തുനിന്ന് വരുന്നതാ. ഞങ്ങൾ എടുക്കാൻ പോയോടത്ത് ഉള്ള അവരും ഇമ്പോർട്ടഡ് ആക്കിയിട്ട് കൊടുന്നതാണ്. അപ്പോൾ അതിന് റേറ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ എടുക്കണ്ട വിചാരിച്ചിട്ട് കുറേ പിന്നെ വെറൈറ്റി അല്ലേ വേണ്ടത് നമുക്ക്. വില കുറഞ്ഞിട്ടുള്ളത് കിട്ടും, പക്ഷേ വെറൈറ്റി ഉണ്ടാവില്ല. അപ്പോൾ വില കുറച്ച് കൂടിയാലും വേണ്ടില്ല, വെറൈറ്റി അല്ലേ വേണ്ടത്. എന്നാൽ ശരി കേട്ടോ. അസ്സലാമു അലൈക്കും.